السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ് ಇದರ നേതാക്കന്മാരെ ഇവിടെ കൂടിയിട്ടുള്ള പുരുഷത്തെ സത്യവിശ്വാസിനിമാരെ ഈ ശബ്ദ കേൾക്കരെ ഈ രായത്തെ നല്ല മനസ്സുള്ള എൻ്റെ പുരുഷത്തെ ഹിരിയായങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ ನಕ್ಕೂಡೆ ಪಲಕಪರ್ಯ ತನ್ನ ವಿಷಯ ಯುವತ್ವ ಚೊಲ್ಲೆ ಬೆಲ್ಲ ಅನುಗ್ರಹ ಚೊಲ್ಲೆ ವಿಷಯ ತೈಟಿಕರು യുവത്വ ചൊല്ലത് ഞങ്ങളുടെ ജീവനത്തെ ഒരു സെന്റർ പോയിന്റ് ആയിട്ടിക്കറും. അതായത് ഉച്ചക്ക് ജ്വലിക്കര സൂര്യത്തെ പോലെ ആയിട്ടിക്കറും യുവത്വ ചൊന്നെങ്കിൽ. നടു ഉച്ചക്ക് സൂര്യ ജ്വലിക്കുമ്പോ അതിന്റെ ചൂട് നല്ലതായിട്ടിക്കറും. അതേ നേരത്തേക്ക് ആ സൂര്യ പ്രഭാതത്തിൽ ഉദയിക്കുമ്പോ അതിന്റെ ചൂടത്ര സ്ട്രോങ് ഇക്കില്ല. അതേപോലെ ആ സൂര്യ അസ്തമിക്കുമ്പം സാന്ത അതിലെ ಶಾಖ ಅದರ ಚೂಡು ಅತರ ಸ್ಟ್ರಾಂಗ್ ಇಕ್ಕಿಲ್ಲ. ಎನ್ನೆಂಗಿಲ್ಲ ಆ ಸೂರ್ಯ ನಡು ಉಚ್ಚಾಂಬೋ ಅದರ ಚೂಡು നല്ല ಸ್ಟ್ರಾಂಗ್ ಐತಿಕ್ಕರು. അതൈത്തിക്കറ് യുവത്വ ചൊന്തു ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ബാല്യകാല അതൊരു ദുർബലമായ ഒരു കാലം എത്തിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ വാർദ്ധക്യകാലം അത് ഒരു ദുർബലമായ ഒരു കാലം എത്തിക്കുന്നു. അതിന് നടുಲು ശക്തിയുള്ള ഒരു കാലഘട്ടം എത്തിക്കറ് ഞങ്ങളെ യുവത്വ ചൊല്ലെ കാലം. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ 3 ഘട്ടത്തെ ജീവിതത്തെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടേണ്ടത്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا الله الذي خلقكم من بعد ضعفا. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദുർബലാവസ്ഥയിൽ നിന്നേക്ക് നിങ്ങളെ സൃഷ്ടിയാക്കിയേ. ثم جعل من بعد ضعف قوة. ആ ദുർബലാവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശക്തി തന്ന. ثم جعل من بعد قوة ضعفا. ആയിൽ പിന്നെ അതേ നിങ്ങളെ ദുർബലാവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകേണ്ട ചൊന്തു മനുഷ്യന്മാരുടെ ജീവിതത്തെ 3 കാലഘട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിങ്ങൾക്ക് പഠിപ്പാട്ടണ്ട. അപ്പൊ ഏറെ ശക്തിയുള്ള ഒരു സമയമായിട്ടിക്കറ് യുവത്വ ചൊല്ലത്. എന്തും റെഡിയായിട്ടിക്കറ്. കാരണം ഇന്ന് ദുനിയാവില് ഏതെല്ലാം പണി നടക്കറ ഏതെല്ലാം സംശയം നടക്കറ ಅದಕ್ಕೆಲ್ಲ ಬಾಲಕಾರಮಾರೆ ಅತ್ಯಗತ್ಯമായിട്ടിക്കറ്. യുവക്കന്മാർ അത്യഗതമായിട്ടിക്കറ്. ഉമ്മയുടെ ബൈത്തിൽ നിന്ന് ഈ ദുനിയാവ് പടുത്ത് കടന്നു വരുമ്പോ ആ ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പടുത്ത് ಬಂದ സന്ദർഭത്തില് കാല് ബുൾപുട്ടോണ്ട് മാത്രമേ ನಾನು നിങ്ങൾ കടന്നു വന്നത്. ಎಂತ ಔಡಲ್ಲಿ ನಿಂತನಾಗ
പറക്കുക സുറാക്ക, ദയിക്കുക സുറാക്ക, നടക്കുക സുറാക്ക എന്നെങ്കിൽ അതേ മനുഷ്യൻ പാടും. അതേ ഒരു ദുർബലാവസ്ഥക്ക് മനുഷ്യൻ എത്തുകൊണ്ടു. അപ്പൊ ഈ യുവത്വത്തെ വിഷയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തില് ഞങ്ങളെ ആയുസ്സിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രശ്ന കേൾക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്, ലാ തസൂലു ഖദമൽ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇൻ അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. 4 ക്വസ്റ്റ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ കേൾക്കണം. ಅದಕ್ಕೆ ഒരു അടിമ ഉത്തര കൊടുക്കുകante ഒരു സ്റ്റെപ്പ് ഒന്ന് മുന്നോട്ട് ബൈക്കൊത്തിയില്ല ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒരു പ്രശ്നമായിട്ടിക്ക് അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, നിന്റെ ആയുസ് നീ എന്തിಗೆ ചെലവാക്കിയ? നിക്ക് ദുനിയാവിൽ 60-70 ವರ್ಷ ആയുസ് കിട്ടിത്ത്, 80-90 ವರ್ಷ ആയുസ് കിട്ടിത്ത്. ഈ ആയുസ് നീ എന്തിಗೆ ചെലവാക്കും കേൾക്കുമ്പോ പ്രത്യേകിച്ചിട്ട് അവിടെ ഒരു ചോദ്യമുണ്ട്, വഅൻ ശബാബിഹി ഫീമാ അബ്ലാഹ്, നിന്റെ യുവത്വത്തെ നീ എന്തിಗೆ ചെലവാക്കിയ? നിന്റെ യുവത്വത്തെ നീ എന്തിಗೆ ചെലവാക്കിയ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഞങ്ങളുടെ പ്രശ്ന കേൾക്കത്തേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദ കേട്ടുണ്ടല്ലേ പിർസത്തെ സഹോദരന്മാരെ, ഞങ്ങൾക്കുള്ള ഈ യുവത്വ ചൊല്ലത്, ഈ നല്ല ശക്തി ഉള്ള ഈ സമയ ചൊല്ലത്, ഈ സമയത്തെ നന്മക്ക് മാത്രമേ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, നല്ലതിക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തെ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നു. ഒരു തിന്മകും ഒരു ബെടക്ക് തരത്തും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഉപയോഗാക്കുക തീരാ. ഈ ദുനിയാവിലു പല നമ്പത്തിലെ ബെടക്ക് തരുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ സഹോദരന്മാരെ ഞാൻ ചൊന്നതിന്റെ വിഷയ യുവത്വ, അതായത് നല്ല ശക്തിയുള്ള ഒരു സമയത്തേക്ക് ഒരു മനുഷ്യന്റെ ജീവനത്തിൽ. അപ്പൊ ഈ സമയത്തില് ഞങ്ങൾ നന്മ കൊണ്ട് മാത്രമേ ഈ ജീവനത്തെ, ഈ യുവത്വത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. ഇന്ന് ദുനിയാവിൽ പല നമ്പത്തിലെ ബടുക്ക് തരങ്ങൾ ഒന്നൊന്നായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഓരോ നമ്പത്തിലെ ബടുക്ക് തര ഞങ്ങൾ ചുറ്റുപാടിലുണ്ട്. എന്നെങ്കിലും എല്ലാ ബെടുക്കരെ കാട്ടി ഏറ്റവും വലിയ ബെടുക്കൈത്തിക്കറ് ശിർക്ക് ചൊല്ല് ബെടുക്ക്, ശിർക്ക് ചൊല്ല് തിന്മൈത്തിക്കറ് ഏറ്റവും വലിയ തിന്മ. കാരണം പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് കഹ്ഫിൽ കുറേ ബാലക്കാരന്മാരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാത്തണ്ട. ആ ബാലക്കാരന്മാർ ചൊല്ലിട്ടെങ്കിൽ ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം, അങ്ങ് തങ്ങളുടെ റബ്ബിന്റെ മേൽ വിശ്വാസം വെച്ചങ്ങ, അങ്ങ് അള്ളാഹുടെ മേൽ വിശ്വാസം വെച്ചങ്ങ. ആ രായത്തെ രാജാവ് ബഹുദേവ വിശ്വാസത്തിന് ആൾമാരെ ആഹ്വാനാക്കുമ്പോ അള്ളാഹു അല്ലാത്ത ആൾമാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിട്ട് അങ്കെ ഇബാദത്ത് സമർപ്പണാക്കുകയായിട്ട് ആ രാജാവ്, ആ രായത്തെ രാജാവ് മനുഷ്യന്മാരെ ആഹ്വാനാക്കുമ്പോ ഈ ബാലക്കാരന്മാർ ഒന്നടങ്കം ഇത് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, അങ്ങ് അവിടെ ആ രാജാവുടെ മുന്നിൽ എഞ്ചി നിன்று ചൊന്നൊരു പലക്കൈത്തിക്കര് ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളെ റബ്ബ് ആകാശ ഭൂമിയെ പടച്ച റബ്ബൈത്തിക്കര, ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ, ഔനൈത്തിക്കര ഞങ്ങളെ ഇലാഹ്, ഔനൈത്തിക്കര ഞങ്ങളെ ആരാധ്യൻ. ഈ ശബ്ദം കേൾക്കുന്ന ബാലക്കാരന്മാരും ഈ രായത്തുള്ള സഹോദരന്മാരും മനസ്സിലാക്കണം, ഞങ്ങളെ യുവത്വത്തെ ഞങ്ങൾ ഒന്നാമതായിട്ട് ചെലവാക്കാനായത്, ഉപയോഗപ്പെടുത്താനായത് തൗഹീദിനെതിരായിട്ടുള്ള ശിർക്കായിട്ട് പോരാട്ടമായിക്കൊണ്ട് ഞങ്ങളെ ഈ യുവത്വത്തെ ചെലവാക്കണം. കാരണം ആ സൂറത്ത് കഹ്ഫിലു ആ ബാലക്കാരന്മാർ, ആ രാജാവ് ബഹുദേവ വിശ്വാസത്തെ ആഹ്വാനാക്കുമ്പോ ഇല്ല ഞങ്ങൾ അള്ളാഹുടെ മാത്രം ആരാധിക്കണം, ആ റബ്ബൈത്തിക്ക് ഞങ്ങൾ ഇലാഹു ചൊന്തു. അവിടെ ആ ബാലക്കാരന്മാർ ചൊന്ന ഒരു സന്ദർഭം. അപ്പൊ നോക്കൂ, ഇവിടെ എല്ലാ നമ്മത്തിന്റെ ദോഷങ്ങളുണ്ട്, തപ്പുകളുണ്ട്. എന്നിട്ടെങ്കിൽ ആ തപ്പുടെ ഏറ്റവും ടോപ്പുള്ളിക്കുന്ന ഒരു തപ്പായിട്ടിക്കറ് ശിർക്ക് ചൊല്ലത്. ആകാശ ഭൂമിനെ സൃഷ്ടിയാക്കി ഞങ്ങളെ പഠിച്ചത്
ഞങ്ങളെ ഉമ്മയുടെ ബൈത്തിൽ ഘട്ടഘട്ടമായിട്ട് ഹന്തമായിട്ട് സൃഷ്ടിയാക്കിയിട്ട് ഞങ്ങൾക്ക് വേനായതെല്ലാം തന്നിട്ട് അവസാനം ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്തുകൊണ്ട് വന്നിട്ട് ഈ ദുനിയാവ് ചൊല്ലേ ഈ ഒരു വ്യവസ്ഥ ഞങ്ങൾക്ക് വേനായിട്ട് ആക്കി തന്നെ അള്ളാഹുടെ ആ റബ്ബുക്ക് മാത്രമേ എല്ലാ ആരാധനയും എല്ലാം ഇബാദത്തും നിങ്ങൾ സമർപ്പണാക്കാൻ ചൊല്ലത്. ഇത് ദുനിയാവിൽ ഏറ്റവും വലിയ ഉപദേശം എത്തിക്കുന്നു. ഇതിനപ്പുറം ഒരു ഉപദേശം ഈ ദുനിയാവിലില്ല. അത് എത്ര ആൾമാർ കേട്ട് മറത്തെങ്കിലും സമ്മത. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റായത്തില് 150 വർഷം ചില്ലറ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനാക്കി. അതിലവസാനത്തെ ഞങ്ങളെ റസൂലായ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം മക്കത്ത് നുബുവത്ത് കടന്നു വന്നപ്പ ആ റായത്തില് കല്ലുകുടി വ്യാപകമായിട്ടുണ്ട്, വ്യഭിചാരങ്ങൾ വ്യാപകമായിട്ടുണ്ട്, ആൾമാരുടെ സമ്പത്തിൽ ലൂട്ടിയെടുക്കുന്ന വ്യാപകമായിട്ടുണ്ട്. അങ്ങനെ സകലമാണ് തിന്മ അവിടെ നിറഞ്ഞിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ എല്ലാം തിന്മയുള്ളത് കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ചൊല്ല് നേരത്തെ ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചൊല്ലരു നിങ്ങൾക്ക് വിജയിക്കാം. എന്റെ അവിടെ ബാക്കി ദോഷങ്ങൾ ഇല്ല. അവിടെ ചൊല്ലുക നബിക്ക്. അവിടെ വ്യഭിചാരം ഇല്ലേ, അവിടെ കല്ലുകൂടി ഇല്ലേ. എത്ര തോൽ ചൊന്നെ ഞങ്ങൾ മറിച്ചുണ്ടായെങ്കിൽ ഞങ്ങളെ കബറിന്റെ മേലെ ദ്രാക്ഷര പള്ളി നടുവ് ചൊന്നെ കൗമുട്ടിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ. അതിനർത്ഥ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നുബുവത്തുമായിട്ട് കടന്നു വരുമ്പോ അള്ളാഹുടെ പരിചയാക്കി കൊടുത്തല്ലോ. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് മക്കത്തെ ആൾമാർക്ക് അള്ളാഹുടെ പരിചയാക്കി കൊടുത്തല്ല. കാരണം അങ്ങ് അള്ളാഹുടെ മേൽ വിശ്വാസം വെച്ചങ്ങായി തിന്നോറും സൃഷ്ടി ഞങ്ങളെ പഠിച്ചത് ഞങ്ങളെ സൃഷ്ടിയാക്കിയത് റബ്ബു ചൊന്തോ തൗഹീദ് റുബൂബി അംഗീകരിച്ചങ്ങായിട്ടിട്ടുള്ളതങ്ങ മക്കത്തെ ആൾമാർ. അതല്ലേ ഖുർആൻ ചൊല്ലേ വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്. ആരൈത്തിക്ക് ആകാശ ഭൂമി പഠിച്ചോണ്ടോ അങ്ങൾത്തിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ആരത്തിക്ക് മക്കത്തെ മുസ്ലിങ്ങളുടെ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് ചൊല്ലെ ഒരേ ഒരു ഉത്തര അള്ളാഹു എത്തിക്കറാം. എന്റെ കാൽപാലത്തെ ഉൾക്കൊള്ള 300 ചില്ലറ വിഗ്രഹം ഇല്ല. അവിടെ ലാത്ത ഉസ്സ മനാത്ത ഹുബ്ലു അങ്ങനത്തെ വിഗ്രഹ ആരാധന ഇല്ല. അങ്ങ് അതിന് ഒന്നും പേരെത്തി ചൊന്നില്ല. ബദലായിട്ട് ഞങ്ങളെ ആകാശ ഭൂമിയുടെ പടച്ചവന് അള്ളാഹു മാത്രം എത്തിക്കണം അങ്ങ് ചൊന്നത്. ഇന്ന് തീർത്തില്ല പാടി ചൊന്നു കൊൽമൻ റബ്ബു സമാവാതി സബഅ 7 ആകാശത്തെ പഠിച്ചവൻ വറബ്ബുൽ അർശിൽ അമീൻ അർശിൽ റബ്ബാർ ചൊന്നിട്ടായെങ്കിൽ സയഖൂലുന ലില്ലാഹ് അങ്ങനെ ഉത്തര അല്ലാഹു എത്തിക്കറാം. മക്കത്തെ മുശ്രിക്കീങ്ങളുടെ ഉത്തര അല്ലാഹു എത്തിക്കറ്. അബൂജഹലിന്റെ ഉത്തര അല്ലാഹു എത്തിക്കറ്. കാരണം അങ്ങ് കൊണ്ടുന്ന കാരണം അങ്ങനെ അബ്ബയുടെ പേര് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അബ്ബയുടെ പേര് അബ്ദുള്ള അല്ലേ. അള്ളാഹുടെ അടിമയെ ചൊന്തു. അതിനർത്ഥ അങ്ങ് അള്ളാഹുടെ സൃഷ്ടിയില് അള്ളാഹു ഐത്തിക്ക് ഞങ്ങൾ സൃഷ്ടിയാക്കിയൊന്ന് പഠിച്ചവൻ ചൊന്തു അംഗീകരിച്ചങ്ങായിത്തിക്കണോറു. അതൈത്തിക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുന്നേ ചൊന്നെ നിങ്ങളെ പഠിച്ചവന് ആകാശഭൂമിയുടെ പഠിച്ചവന് നിങ്ങളെ എല്ലാത്തും സൃഷ്ടിയാക്കിയവನು അള്ളാഹു ചൊന്ത് നിങ്ങൾ വിശ്വാസം വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇബാദത്ത് അള്ളാഹുക്ക് കൊടുക്കണം, നിങ്ങൾ ആരാധന അള്ളാഹുക്ക് കൊടുക്കണം, നിങ്ങൾ ഈ സകലமான പ്രാർത്ഥനയുടെ അള്ളാഹു കൊടുക്കും ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ മുന്നോട്ട് പറഞ്ഞു. അല്ലാണ്ട് അള്ളാഹുടെ പരിചയാക്കുക അല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കടന്നു വന്നേ, അള്ളാന്റെ റസൂൽ കടന്നു വന്നേ. അത് ഞങ്ങൾ മനസ്സിലാക്കണം. അതേറ്റിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാണ്ട് ഇലാഹില്ല ചൊന്തല്ലേ ആരാധ്യനില്ല ചൊന്തല്ലേ മഹത്തരമായ കലിമത്ത് തൗഹീദ് ഐറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുന്നോട്ട് ചൊന്നേപ്പിಸಿ ഐറ്റിക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഐറ്റിക്ക് അങ്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അങ്കത് പിടിച്ചിനിക്കോ സാധിച്ചില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പ്രയാസം കൊടുത്തോರು. അതേറ്റിക്ക് ഇന്ന് ഞങ്ങൾക്ക് സമൂഹത്തെ ചൊല്ലുള്ളത് ഇന്ത്യ ഏതോ ഒരു മുസ്ലിം ആകാശഭൂമിയുടെ പഠിച്ചവൻ അള്ളാഹു അല്ലാണ്ട് അങ്ങ് ചൊല്ലില്ല. ബദലായിട്ട് സൃഷ്ടിയാക്കിയവൻ അള്ളാഹു ചൊന്ത് എല്ലാവരും അംഗീകരിക്കുന്നവരും എന്നെങ്കിലും സൃഷ്ടിയാക്കിയവൻ അള്ളാഹു ചൊന്ത് അംഗീകരിച്ചെങ്കിൽ സൃഷ്ടിയാക്കിയവന് റബ്ബു ചൊന്ത് വിശ്വാസം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇബാദത്തിൽ അള്ളാഹു മാത്രമേ നിങ്ങൾ കൊടുക്കണം. ഞങ്ങൾ നിസ്കരിക്കുന്ന 5 വക്ത് എല്ലാ മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാര ചൊല്ലി ഇബാദത്തായിട്ടിക്കറ്. ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തായിട്ടിക്കറ് നിസ്കാര. ആ നിസ്കാര ഒരു മുസ്ലിം അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു പഠിപ്പ് കൊടുക്കുന്നുണ്ടാ? ഇല്ല. 5 വക്ത് കൃത്യമായ നിസ്കാരത്തെ അള്ളാഹു മാത്രമേ ഇഖ്ലാസോട് കൂടി ഇബാദത്ത് എടുക്കണം. എന്തെങ്കിലും അതേപോലത്തെ ഒരു ഇബാദത്തുണ്ടോ? പ്രാർത്ഥന ചൊല്ലൊരു ഇബാദത്തുണ്ടോ? പ്രാർത്ഥന ചൊല്ലൊരു ആരാധന ഉണ്ടോ?
അതിലൈറ്റിക്കർ മുസ്ലിമീങ്ങളെ ഞങ്ങൾ തപ്പിപ്പോയിട്ടുള്ളത്, അതിലൈറ്റിക്കർ തപ്പിപ്പോയിട്ടുള്ളത് ഇലാഹായിട്ട് അള്ളാഹുടെ മാത്രമേ ഞങ്ങൾ ആരാധന ഞങ്ങൾ റബ്ബുക്ക് മാത്രമേ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എല്ലാ ഇബാദത്തും അള്ളാഹുക്ക് മാത്രമേ ഇട്ടിക്കോണം അല്ലെ. ഇലാഹ് ചൊന്നെങ്കിൽ ഞങ്ങൾ ഇബാദത്ത് ആർക്കൊക്കെ ഞങ്ങൾ സമർപ്പണാക്രമ അതൈറ്റിക്ക് ഞങ്ങൾ ഇലാഹ്. ഉദാഹരണക്ക് അള്ളാഹുവെ നന്റെ രക്ഷിക്കനെ ചൊന്നിട്ടെങ്കിൽ അള്ളാഹു ಐತಿಗೆ നന്റെ ഇലാഹ്. അതേ നേരത്തിಗೆ മൊഹീദ്ദീൻ ശേഖർ നന്നെ രക്ഷിക്കനെ ചൊന്നിട്ടെങ്കിൽ മൊഹീദ്ദീൻ ശേഖർ ಐತಿಗೆ നന്റെ ഇലാഹ്. ഇതൈറ്റിക്ക് ചൊല്ലി ശിർക്ക്, ഇതൈറ്റിക്ക് തൗഹീദിൽ പണ്ട് ശിർക്കുക, ഇതൈറ്റിക്ക് മനസ്സിലാക്കണം. നേരെ മറിച്ച് അതേ മഹാനായ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നില്ലേ, അയാളുടെ ഗ്രന്ഥത്തിൽ അയാൾ പഠിപ്പാട്ട് തന്നില്ലേ, മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന ആൾമാട്ടിക്ക് മഹാനായ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ചൊന്ന പലക നിങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലറോ, നിങ്ങൾക്ക് ചെങ്കാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലോ. കാരണം വലക അൽഫു മഅബൂദിൻ ഗൈറഹു, നിങ്ങളുടെ കൽബിലോ ആയിരക്കണക്കിന് വിഗ്രഹത്തെ പ്രതിഷ്ഠാപനാക്കിയിട്ട് ആയിരക്കണക്കിന് ഇബാദത്ത് എടുക്ക ഇലാഹുകളെ പ്രതിഷ്ഠാപനാക്കിയിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ ചൊല്ലറോ പഠിപ്പാട്ടി കൊടുക്കാറ് മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എങ്ങനെ നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലറോ, ആയിരക്കണക്കിൽ നിങ്ങളെ കൽബിലോ നിങ്ങൾ കഷ്ടപ്പെടുമ്പോ പ്രയാസപ്പെടുമ്പോ തേടി പോണ്ട പല പഠിപ്പുകയില്ലേ, അതിനെ കൽബിൽ വെച്ചിട്ട് നാവിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ എങ്ങനെ ചൊല്ലോ മഹാനായ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഇന്നത്തെ ചൊല്ലു തൂബു ഇലല്ലാഹ്, നിങ്ങൾ തൗബ കർ അല്ലാഹ് ಹುಟ್ಟಿಗೆ ഇത്ര നേരം നിങ്ങൾ ഏതിലൊന്നും നിന്നറ അതിൽ നിന്ന് നിങ്ങൾ അല്ലാഹ് ಹುಟ್ಟಿಗೆ തൗബ കറും ചൊല്ലോ പഠിപ്പാട്ടന്റെ മഹാനായ വ്യക്തിത്വമായിട്ടിക്കറ് മഹാനായ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ന് അതേ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കില്ല സഹോദരന്മാരെ, അതേ മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് ദ്വാരക്കില്ല സഹോദരന്മാരെ. ഇതായിട്ടിക്ക് സലഫി പ്രസ്ഥാന ആൾമാട്ടി ചൊന്നിട്ടുള്ളത്, ഇതായിട്ടിക്ക് ആൾമാരെ മുന്നിൽ വെച്ചോണ്ടുള്ള ഒന്നാമത്തെ വിഷയ. കാരണം ഇവിടെ ബാക്കി വിഷയം എല്ലാ ചർച്ചാക്കുക അതിൽ പണിയാക്കുക ആൾമാറുള്ളൂ. എന്നിട്ടെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ ഒന്നാമത്തെ അല്ലാഹ് എല്ലാ നബിമാരും റസൂൽമാരും അങ്ങനെ സമുദായത്തിക്ക് ഒരു യാറോ കോടി ഇല്ലാണ്ട് എല്ലാരും പഠിപ്പാട്ടെ ഒരേ ഒരു വിഷയത്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഈ സമൂഹത്തിന് മുന്നിൽ ചൊല്ലണം. അത് ആര് എതിർത്തെങ്കിലും സമ, ആര് ബേജാറാക്കിയെങ്കിലും സമ. ഈ ഒരു ഈമാൻ അത് ആൾമാരെ നിങ്ങൾ വന്നു ചൊല്ലിട്ടുള്ള വിശ്വാസമായിട്ടിക്കേ ഈ പ്രസ്ഥാനം നിങ്ങൾ നിങ്ങൾ ചൊന്നിട്ടുള്ള സഹോദരന്മാരെ. അതുകൊണ്ട് മനസ്സിലാക്കണു. ഒന്നാമത്തേത് ഞങ്ങൾ യുവത്വത്തെ അതായിട്ടിക്കർ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ബാലക്കാര അവസ്ഥയില് അനുഭവത്തി കിട്ട സമയത്തില് തന്റെ അബ്ബട്ടെ പോയി ചൊന്നില്ലേ, ആ ആസർ ചൊല്ലിന്റെ അബ്ബ വിഗ്രഹം ആക്കിട്ട് അതിട്ട് പ്രാർത്ഥിച്ചോ ഇന്നെ ಅದಕ್ಕೆ ആരാധന സമർപ്പിച്ചിന്നെ ആ ഇബ്രാഹിം നബിയുടെ അബ്ബട്ടി ഇബ്രാഹിം നബി ചൊന്ന ഫലക്ക് അതായിട്ടിക്കറ് ഏ അബ്ബ യാ അബ്ബത്തി ಏನೆಂದೆ ಬಿಡ್ಸತ್ತೆ ಹಬ್ಬ ಎಂದಿಗೆ ನಿಂಗೆ ಇದ್ರೆ ಆರಾಧಿಕೊಳ್ಳೋರು ಕೇಕೋಗಾವತ್ತಿದ್ರೆ ನೋಕೋಗಾವತ್ತಿದ್ರೆ ഒരു ಉಪಕಾರಂ ನಿಂಗೆ ಹಾಕೋಗಾವತ್ತಿದ್ರೆ ಎಂದಿಗೆ ನಿಂಗೆ ಆರಾಧಿಕೊಳ್ಳೋರು. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ചൊന്തു അബ്ബട്ടിയെ ചൊന്തു തന്റെ റായത്തിനെ ചൊന്തു അവിടെ നമ്മൂർ ചൊല്ല് രാജാവത്തെ ചൊന്തു അവസാനം എത്തിപ്പെട്ടത് അത് ചൊന്ന പേരില് ഒരു തീക്കുണ്ടാർത്ത് മുന്നോട്ടെത്തിക്കരുത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന വിഷയത്തിക്കരുത്. അതുകൊണ്ട് പിരിസത്തെ സഹോദരന്മാരെ, ഈ റായത്തിലുള്ള ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പിരിസ സഹോദരന്മാരെ, ഇത് ആരമോ ദൂരവും ചൊല്ലതുള്ളത് അല്ല വിഷയ, ആരമ ആർത്തെ അർസകാട്ടുള്ള വിഷയമല്ല. ബദലായിട്ട് എൻറൈറ്റിക്കർ യഥാർത്ഥമായ വിഷയ അത് പഠിക്കുള്ളതായിട്ടിക്കറ്. രണ്ടാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുള്ളത്, രണ്ടാമത്തെ വിഷയം മനസ്സിലാക്കുള്ളത് ഇതാ സഫർ തിങ്കളുടെ അവസാനത്തിലായിട്ടിക്കർ ഉള്ളത്. ഇന്ന് ഞങ്ങൾ മുതൽ കടന്നു വേണ്ടത് റബ്ബിൽ അവ്വൽ തിങ്കളായിട്ടിക്കറ്, റബ്ബിൽ അവ്വൽ തിങ്കളായിട്ടിക്കറ്. ഇൻഷാല്ലാഹ് ആ വിഷയത്തെ നിങ്ങൾക്ക് വിശദീകരമായിട്ട് പലക്കെ പറയുമോ അനസ് മൗലവിയോട് വന്നത് എന്നുണ്ടെങ്കിൽ ഒരു 2-3 വിഷയ ഞാൻ ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന സഹോദരന്മാരെ. ഈ റബ്ബിൽ അവ്വൽ തിങ്കൾ കടന്നു വരുമ്പോ ചമ്മത്തെ ബാലക്കാരന്മാരും റെഡിയായിട്ട് നിൽക്കുന്നവരും പുതിയ ഡ്രസ് എടുക്കുകയോ പള്ളിയൊന്ന് അലങ്കരിക്കുകയോ അതേപോലെ റോഡുകളിലെ തോരണ കെട്ടതും ബാനർ കെട്ടതും റെഡി ആയിട്ടുള്ളവരും എല്ലാവർക്കും ഒരു കൊസിയായിട്ടിക്കര്. റബ്ബിൽ അവ്വൽ 12 മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനായിട്ടിക്കര്, ഈദ് മിലാദ് ആയിട്ടിക്കര്. അന്റെ എല്ലാവർക്കും കൊസിയിലൂടെ അതിനെ കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭം എത്തിക്കര്. മനസ്സിലാക്കുന്നു. ഇവിടെ മനസ്സിലാക്കുന്ന വിഷയ അള്ളാന്റെ ദീന് പണിയെടുക്കുന്നു, നല്ല വിഷയം എത്തിക്കര്. അത് മരിക്കുന്ന ഔത്തോളം വേണം. എന്നെങ്കിലും അള്ളാന്റെ ദീനിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോ ಅದಕ್ಕೆ നമുക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ ആ വിഷയം അള്ളാഹു റസൂൽ നമുക്ക് പഠിപ്പാത്തത് വേണം. നിങ്ങൾ നോക്കൂ, റബ്ബിൽ അവ്വൽ 12 എന്തായിട്ടിക്കറ് സംഭവിച്ചത്.
ഏതോ ഒരു മുസ്ലിം സംഘടനക്ക് സംശയമില്ല വിഷയത്തില് റബ്ബിൽ അവ്വൽ 12 മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് നടന്നത്. പെറ്റ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്തെങ്കിലും വഫാത്തായ വിഷയത്തില് ഒരു സംഘടനയും അഭിപ്രായമില്ല. എപ്പോഴത്തേക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഹിജ്റ 14 റബ്ബിൽ അവ്വൽ 12 ളുഹാ സമയം കഴിട്ടിക്കരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. സഹോദരന്മാരെ, ബാലക്കാരന്മാരെ, ഈ റായത്ത് ഹിരിയായകളെ മനസ്സിലാക്കുന്നു. ആ റബ്ബിൽ അവ്വൽ 12 അങ്ങനത്തെ നാൾ കൊണ്ടുണ്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിത കാലത്തില് അവസാനമായിട്ട് പ്രയാസം അനുഭവിച്ച് നൊമ്പൽ അനുഭവിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് എറിഞ്ഞിട്ട് ചൊല്ലില്ല ആയിഷ മണിപ്പിടി നൊമ്പല അസഹനീയമായിട്ടുണ്ടോ നിങ്ങളിൽ ജണ്ടാൽ അനുഭവിക്കുന്ന നൊമ്പല ഞാൻ ഓർത്ത് അനുഭവിച്ചിട്ടില്ല ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിന് നേരത്തെ കൈ ഉയർത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കീഴ് പൂണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണ് ആ റസൂലിന്റെ റൂഹ് പോണ്ടത് നോക്കിട്ടാകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ സഹിച്ചില്ല. അങ്ങനത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൊമ്പൽ അനുഭവിച്ച് പ്രയാസം അനുഭവിച്ച് ഒരു നാളെത്തിക്കരെ ഹിജ്റ 14 റബ്ബിൽ അവ്വൽ 12 ഹിജ്റ 14 റബ്ബിൽ അവ്വൽ 12 അന്റെ സ്വഹാബത്തുകൾ കണ്ണിൽ തന്നി ഒലിക്കിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ ആരെങ്കിലും നിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ചൊന്നിട്ടെങ്കിൽ അവന്റെ തലനെ ഞാൻ വെക്കില്ല ചൊന്തു. അയാളുടെ കൺട്രോൾ പോലും തപ്പിപ്പോയ നാളെത്തിക്കരെ അണ്ടത്തെ നാള്. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ആറ് വഫാത്തായിട്ട് പോണ്ടേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കരെ വഫാത്തായിട്ട് പോണ്ടേ എപ്പോഴത്തേക്കരെ റബ്ബിൽ അവ്വൽ 12 ളുഹാ നേരത്തേക്ക്. സഹോദരന്മാരെ മനസ്സിലാക്കുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കുള്ള വിഷയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം വല്ല നുബുവത്ത് കിട്ടേ 63 വർഷം വല്ല നബി വഫാത്തവിടെ അവിടെ 23 വർഷത്തെ നുബുവത്തിന് ജീവിതമുണ്ട്. എത്ര 23 റബ്ബിൽ അവ്വൽ നബിയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു റബ്ബിൽ അവ്വൽ 12 മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്റെ ജന്മദിന ചൊന്തു ഒരു ഈത്തപ്പല സ്വതക്കാക്കിയതാ ദാനാക്കിയതാ പ്രമാണബദ്ധമായിട്ടുണ്ട്. സഹോദരന്മാരെ വേണ്ട. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിന്നെ ഖലീഫമാർ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം ആഡൽത്താക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷം ആഡൽത്താക്കിയിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ആഡൽത്താക്കിയിട്ട് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതേപോലെ 5 വർഷം ആഡൽത്താക്കിയിട്ട് എത്ര റബ്ബിൽ അവ്വൽ കഴിഞ്ഞു പോയിട്ട് ഏതെങ്കിലും റബ്ബിൽ അവ്വൽ അങ്ങ് ഒരു പൂളി ഈത്തപ്പല ദാനാക്കിയത് ഉണ്ട്. സഹോദരന്മാരെ അങ്ങ് ഈദ് മിലാദ് ആക്കാൻ്റെ ജന്മദിന ആക്കാൻ്റെ സ്വർഗത്ത് പോയോറു. അതിൽ പിന്നെ വന്നൊരു ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 3 തലമാര് അതെ നബിയുടെ സ്വഹാബത്ത് താബീങ്ങ തബഅ താബീങ്ങ മദ്ഹബിന്റെ 4 ഇമാംമാർ പോലും അങ്ങനത്തെ ഒരു ആഘോഷാക്കിയിട്ടില്ലങ്ങ. പിന്നെ എങ്ങനെ പണ്ടേ അത് അതിനെ ചൊല്ലല്ലേ മൗലൂദ് കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ. അത് ഹിജ്റ 300 ശേഷം വന്നതാ. ആര് കൊണ്ടുവന്നേ? മലിക്കുൽ മുനഫ്ഫർ ധീരനായ ഒരു രാജന ഹിർബൽ ഭരിച്ചവനാണ് അന്തർനിഷ്ഠന. അപ്പൊ അള്ളാന്റെ റസൂലാക്കിയിട്ടില്ല, പിന്നെ വന്ന ഖലീഫമാരാക്കിയിട്ടില്ല, പിന്നെ വന്ന താബീങ് ആക്കിയിട്ടില്ല, പിന്നെ വന്ന തബഅ താബീങ് ആക്കിയിട്ടില്ല, പിന്നെ വന്ന ഇമാംമാർ പോലും ആക്കിയിട്ടില്ല. പിന്നെ ആര് കൊണ്ടുവന്നത് ഇത്? ഹിജ്റ 300 പിന്നെ മലിക്കുൽ മുനഫ്ഫർ ചൊല്ല രാജാവ് ഹിർബലിന്റെ ചക്രവർത്തി മലിക്കുൽ മുനഫ്ഫർ രാജാവ് കൊണ്ടുവന്നതായിട്ട് ഈ ആഘോഷ. സഹോദരന്മാരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നവർ പലകൊണ്ടു അയ്യുഹന്നാസ് ഏ മനുഷ്യന്മാരെ ലൈസ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന വയുബായിദുകും മിനൻ നാർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അവിടേക്ക് മുന്നോട്ട് സ്വർഗ്ഗത്തിക്ക് മുട്ടവിടെ നരകത്തെ ദൂരവിടെ എല്ലാ വിഷയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാ തന്നവര്. ഞങ്ങൾക്ക് കൂലി കിട്ടത് ഏത്? ഞങ്ങൾക്ക് കൂലി കിട്ട എന്ത് വിഷയമുണ്ടോ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാ തന്നത്. ഞങ്ങൾക്ക് നരകത്തിൽ എത്ര വിഷയം എന്തെല്ലാം ഉണ്ടോ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാ തന്നത്. ഇന്ന് ഒരാൾ അതിക്ക് കൂട്ടുക അതിനെ കുറക്കുക ഇല്ല. കൂട്ടിയവനും നരകത്തിക്ക് കുറച്ചവനും നരകത്തിക്ക് കൂട്ടിയവർക്ക് ചൊല്ലേറ്റിക്കര് ബിദ്അത്ത് പുതിയതായ കാര്യബന്ധത്തിക്ക് ഇസ്ലാം പുതിയ കാര്യത്തിക്ക് ബന്ധത്. അതുകൊണ്ട് മനസ്സിലാക്കണം പിരിച്ചത് സഹോദരന്മാരെ ഇതൈറ്റിക്കൽ സലഫി പ്രസ്ഥാനം നിങ്ങൾക്ക് ചൊന്നിട്ടില്ലത് അള്ളാന്റെ റസൂൽ ആക്കിയിട്ടില്ല, അള്ളാന്റെ റസൂൽ സ്വഹാബത്താക്കിയിട്ടില്ല, അതേ താബിങ് തബഅ താബിങ് ആക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ അതാക്കുന്നു? ഏത് ആധാരം എത്തിക്കുള്ളത്? ഏത് ആധാറ്? മലിക്കുൽ മുനഫ്ഫർ ചൊല്ല രാജാവ് ആക്കിയതാ ഞങ്ങൾ ദീന്.
ഡേറ്റിക്ക് ആൾമാരും ചൊല്ലേ അപ്പാ ഹിജറ പോണം നാമത്തെ റബ്ബിൽ അവൽ 12 അണ്ട് സ്വഹാബത്ത് കർഞ്ഞ നാളെത്തിക്കറ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പോലെ കേട്ടില്ലേ അള്ളാന്റെ റസൂലിനെ ആ ശറഫാക്കപ്പെട്ട ആ ശരീരത്തെ മേൽ മണ്ണിടുക നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് മനസ്സൊണ്ടു ഫാത്തിമ റളിയല്ലാഹു അൻഹ കേട്ടില്ലേ അങ്ങനത്തെ ഒരു നാളില് എങ്ങനെ നിങ്ങൾ ആഘോഷാക്കരുത് എങ്ങനെ നിങ്ങൾ മെരവണിയാക്കോ സാധ്യമുള്ളൂ എങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി ചൊല്ല സാധ്യമുണ്ടോ ഇത് ചൊന്നെങ്കിൽ നമുക്ക് നബിയുടെ മേൽ പിരിസില്ല ಅಂತല്ലേ അല്ലേ ഇത് സമൂഹത്തെ മുന്നിൽ ചൊന്നിട്ടെങ്കിൽ ഇങ്ങ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിസാക്കത്തങ്ങantല്ലേ വാസ്തവത്തിൽ ആര് പിരിസാക്കുന്ന സഹോദരന്മാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊസി പഡ്രങ്ങമായിട്ടിക്കണവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിസാക്കരെ അള്ളാന്റെ റസൂലിനെ പിരിസാക്കുന്നത് ആർക്കും തർക്കമില്ല അള്ളാന്റെ റസൂലിനെ പിരിസാക്കില്ലെങ്കിൽ സത്യവിശ്വാസിയാവുക സാധ്യമില്ല എങ്ങനെ പിരിസാക്കുന്ന വിഷയത്തിലേക്ക് ചർച്ച നടന്നിട്ടുള്ളത് അതേ ടിക്കിന് വിഷയമുള്ളത് അതുകൊണ്ട് ഈ വിഷയത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു സഹോദരന്മാരെ എന്റെ ബാലക്കാരന്മാരെ ഇത് കൊസിൽ നിൽക്കുന്ന സമയമല്ല ഞങ്ങൾക്ക് ദുഃഖത്തെ സമയത്തിക്കറ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ചൊല്ലില്ലേ അലി റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പഠിപ്പാത്തല്ലേ ഈ ദുനിയാവിൽ ഒരു മനുഷ്യക്ക് ഏറ്റവും വലിയ മുസീബത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിത്തിക്കറ് അതിനെ കാട്ടി വലിയ മുസീബത്ത് ഞങ്ങൾ ജീവിതത്തിൽ കടന്നു വരണമെങ്കില്ല കാരണം ഞങ്ങളെ പിർസാക്കി വഫാത്തയുടെ നേരത്ത് പോലും യാ ഉമ്മത്തി ചൊന്തു വിളിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ നിങ്ങൾ ഓർത്തുത്തോ എന്നെങ്കിൽ ആ റസൂലിനെ പഠിപ്പാത്തന്നെ ദീനെ ഞങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നു ഇതായിട്ട് സമൂഹത്തിന്റെ ചൊല്ലുള്ളത് ഇന്ന് അവസാനമായിട്ട് ചൊല്ലുകൊള്ള സഹോദരന്മാരെ ഇപ്പൊ ഞങ്ങൾ ചുറ്റുമുത്തലോ ചർച്ചാ വിഷയമായിട്ടിക്കറ് ഡ്രഗ്സിന്റെ വിഷയം അല്ലെ മാദക ദ്രവ്യത്തെ വിഷയമായിട്ടിക്കറ് സഹോദരന്മാരെ ഇതുക്കുള്ള കാരണം എന്താ ചൊന്നിട്ടെങ്കിൽ വേറെ ഒരു കാരണം തേടുക പോകണ്ട ഞങ്ങൾ വേണ്ട ഞങ്ങൾ ഖുർആന്റെ വിസ്മരിച്ച ഞങ്ങൾ ഖുർആന്റെ പഠിച്ചില്ല ഇന്ന് സമൂഹം മക്കുക അബ്ബമാര് മക്കത് പഠിപ്പാട്ടുകൊല്ലേ വേദിക്കര് ഉണ്ടാക്കി കൊടുത്തില്ല കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് കടന്നു വരുമ്പോൾ നേരത്തെ ചൊന്ന പോലെ എന്തെല്ലാം നമുക്ക് ബെടുക്ക് തറ അവിടെ നടന്നിട്ടുണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിട്ട് അകലം മുന്നോട്ട് ചൊന്നേ എന്തായിട്ട് അകലം മുന്നോട്ട് ഓതികൊട്ടെ അള്ളാന്റെ ഖുർആന്റെ ആയത്തേറ്റിക്കറ് യത്ലു അലൈഹിം ആയാതിഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കൊടുത്തു എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ബെടുക്ക് തരം നടന്നിട്ടുള്ള സമൂഹം പിന്നെ അല്ലാഹു ഖുർആനിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക റളിയല്ലാഹു അൻഹു വറദുഅൻ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട ചൊല്ല സർട്ടിഫിക്കറ്റ് അങ്ങനല്ല ഏതില് ഇന്ന് മനുഷ്യന്മാർ നല്ല പല മാർഗത്തെ തേടി പോയിട്ടുള്ളവർ തേടി അവകാശം ഇല്ല ഞങ്ങളെ മുൻഗാമിങ്ങ ഏതിലായിട്ടിരിക്കുന്നല്ല ഇത് ഏത് കൊണ്ടുമല്ല ഇത് ഖുർആന്റെ ആയത്ത് കൊണ്ട് അത് നിങ്ങളെ മക്കളെ മനസ്സിൽ പോട്ടു അതിനർത്ഥം പോട്ടു അത് പഠിപ്പാട്ടുണ്ടായിട്ടിക്കറ് ഇന്ത്യ ദുരാവസ്ഥ കടന്നു വന്നിട്ടുള്ളത് അതേ നേരത്തേക്ക് ഊടുള്ള ബാലക്കാർമാർക്ക് ചൊല്ലുള്ളത് സൂറത്ത് യൂസുഫ് ചൊല്ല ഒരു സൂറത്തുണ്ട് ഇന്ത്യ ബാലക്കാർമാരും ബാലക്കാട്ടിമാരും കോളേജിൽ പോകുന്നവരു അവിടെ ഹിസ്റ്ററി സബ്ജക്ട് പഠിക്കുന്നവരു പല ആൾമാർ ഹിസ്റ്ററി പഠിപ്പാട്ടു അവിടെ ഞങ്ങൾ പഠിച്ചെടുക്കണം എന്നിട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സൃഷ്ടിയാക്കി റബ്ബ് ഒരു ഹിസ്റ്ററി പഠിപ്പാട്ടണ്ട സൂറത്ത് യൂസുഫ് ചൊന്തു ആ യൂസുഫ് ഞങ്ങൾക്ക് ചമ്മനം തന്നെ ഗുണപാഠം കൊണ്ടു അതിന്റെ ഒരു ഭാഗമായിട്ടിക്കറ് സഹോദരന്മാരെ ഞാൻ ചൊല്ലുക ഉദ്ദേശിക്കറേ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സൗന്ദര്യമുള്ള ഒരാളായിട്ടുണ്ട് നല്ല സൗന്ദര്യമുള്ള ആളായിട്ടുണ്ട് അതൊരു ഭാഗമുണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ബൽറ്റ് പിന്നിക യൂസുഫ് നബിയുടെ വ്യഭിചാരത്തിൽ ആഹ്വാനാക്കുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ ആ ബെഡ്റൂമിന്റെ ഉള്ളിൽ പോയിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യഭിചാരത്തെ ആഹ്വാനാക്കുമ്പോ ആരും കാണുകയില്ല അവിടെ ആരും നോക്കുകയില്ല ബായിലെല്ലാം ഭദ്രമായിട്ടുണ്ടോ യൂസുഫ് നബി ആ പെണ്ണ് മാത്രമേ ഉള്ളവിടെ ആ സമയത്തില് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്ന പലക അതായിട്ടിക്കൊന്നു ബാലക്കാർമാരെ ഇന്ന് ഞങ്ങൾ മുതൽ ഒരു ബെടുക്ക് തിരക്ക് എത്തപ്പണ്ട ആൾമട്ടിയെ ഞങ്ങൾക്ക് ചൊല്ലുകുത്ത ഉത്തര കാല മആദല്ലാഹ് ഞാൻ അല്ലാഹുട്ടിಗೆ കാവലിനെ കേൾക്കറേ നോക്കൂ ആരും കാണുകയില്ല അള്ളാഹു നോക്കിയിട്ടുള്ള ನನ್ನ മനസ്സിൽ അറിഞ്ഞിട്ടുള്ളവನು കാല മആദല്ലാഹ് ആ അള്ളാഹുട്ടെ ഞാൻ കാവലിനെ കേൾക്കറേ എന്നിട്ട് യൂസുഫ് നബിയുടെ അവನು ചൊന്നാല് നീൻ ഇതിക്ക് ಬಂದಿಲ್ಲ ಅಂತಾಂಗೆ ನೀನು ಬಂಧನത്തിലാവുക ನೀನು ಅರೆಸ್ಟ್ലാവുക ചൊല്ലുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുട്ടെ ചൊല്ല പലക്കൊണ്ടു ഖാല റബ്ബി സിജ്ന അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഊനനി ഇലൈഹി അല്ലാഹുവേ ഈ കാര്യത്തെ കാണ്ടി നക്ക ജയില ഖൈറായിട്ടിക്കു ചൊന്തു മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലേക്ക് പോയിട്ട് ദോഷ ആക്കിട്ടല്ല ബെടക്ക് ആക്കിട്ടല്ല
വല്ല യൂസുഫ് നബി ജയിലിൽ പോയെ ആ ബെടുക്കത്തരത്തിൽ നിന്ന് ബുട്ടിനുണ്ടാക്കി വേണ്ടിട്ട് മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ പോയെ എന്തെങ്കിലും ഇന്ന് ഞങ്ങളെ മുട്ട ആരെങ്കിലും ഒരു ഡ്രഗ്സുമായിട്ട് കടന്നു വരുമ്പോ MDM ചൊല്ലെ അഫീമുമായിട്ട് കടന്നു വരുമ്പോ ഞങ്ങൾക്ക് ചൊല്ലണോ ഞാൻ അള്ളാഹുടെ പേടിക്കിற നക്ക് വേണ്ട ഇത് നന്റെ റബ്ബ് നോക്കിട്ടുള്ള ഈ ബാലാവസ്ഥ ഈ ശക്തിയുള്ള അവസ്ഥ നന്റെ റബ്ബുക്ക് ನಾನು ಉಪಯೋಗಪಡ್ತೋನಾಯ್ತು അങ്ങനെ ഞങ്ങൾ ചൊന്നിട്ട് കടത്തോണു അതൈറ്റിക്കൊണ്ടേനായത് അള്ളാഹു ഞങ്ങൾ നോക്കിട്ടുള്ള ചൊല്ലത് ആ ഒരു മനസ്സൈറ്റിക്കൊണു സഹോദരന്മാരെ ഞങ്ങൾക്ക് ಬೇನಾಯ್ತು ನಾನು ನಿಪ್ಪಾಟ್ರ ಅವಸಾನಿಪಿಕ್ರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് വലിയ ദുരന്തമേറ്റിക്ര എത്രമാ ബാലക്കാർത്തി പെണ്ണുമക്കന്റെ മെന്റലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരും ഓർക്കത് എത്തണ്ടെങ്കിൽ പിന്നെ അത് കിട്ടില്ലെങ്കിൽ അങ്ങനെ മൈൻഡ് മെന്റലായിട്ട് പോണ്ടു എത്ര അബ്ബമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര അബ്ബമ്മമാർ തെരുങ്ങുന്നവരുണ്ട് ഈ വിഷയത്തില് ഇന്ത്യത് ആറായിട്ടുണ്ട് എത്ര തോച്ചന്നെ ഒരു കല്ല് കുടിച്ചിട്ടുണ്ടെങ്കിൽ മണം ഉണ്ടാവുള്ളൂ ഇത് തിണ്ടെങ്കിൽ ഒരു മണം പോലില്ല ഇന്ത്യ പേപ്പർ പോലത്തെ തെൽപ്പുലായിട്ടിക്കറ് നാവിലടൽ വെച്ചിട്ടുണ്ടോ 48 ഗಂಟೆ ഈ ദുനിയാവിൽ ആ മനുഷ്യൻ ഉണ്ടാവില്ല അങ്ങനത്തെ ബസ്തായിട്ടിക്കറിന്റെ കടന്നു വന്നിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കട്ടെ അള്ളാഹു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ഖുർആന്റെ പഠിപ്പാട്ടുന്നു അങ്ങനത്തെ ക്ലാസ്സുകൾ ഞങ്ങളെ മക്കൾക്ക് കർത്തുന്നു കാലി സ്കൂൾ ചൊന്ത അവിടെ മാത്രമേ കർത്തല്ല ദുനിയാവുടെ വിഷയം പഠിപ്പാട്ടുള്ളൂ എന്നിട്ടെങ്കിൽ അള്ളാന്റെ ആയത്ത് ഒരു മനുഷ്യന്റെ കൽബുക്ക് കടന്നു പോയിട്ടെങ്കിൽ പിന്നെ അവന് ഒരു ദോഷത്ത് ഒരു തപ്പുക്ക് പോകുന്നില്ല അല്ലെ കല്ല് നിരോധാക്കിയ ആയത്ത് ഇറങ്ങിയപ്പ അവിടെ തന്റെ കണക്കിൽ അതായത് അങ്ങനെ കണ്ടെയ്നറിൽ കല്ല് നിറച്ച് തിന്നോറു ആ ആയത്തിറങ്ങിയപ്പോ അങ്ങ് ചിന്തിച്ചില്ല ഇപ്പല്ല ആയത്തിറങ്ങി പിന്നെ ഇത് തീന്നിട്ട് ഞങ്ങൾ പിന്നെ ബുടാച്ചോണ്ടില്ല അങ്ങനത്തെ വടിച്ചെടുത്തോറു ആ സ്വഹാബത്ത് വടിച്ചോറു അങ്ങനെ ആ മാർഗത്തിൽ കല്ലിടെ പൊലമ ഒലികിട്ടുണ്ട് അതൈറ്റിക്ക് ഈമാനുല്ലങ്ങാക്കുണായത് അതുകൊണ്ട് 3 വിഷയ സഹോദരന്മാരെ ഒന്ന് ഞങ്ങൾ യുവത്വത്തെ ഞങ്ങൾ ഉപയോഗാക്കുണായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ അർസക്കാട്ടെ ശിർക്കൻ വിശ്വാസത്തെ ಬೇನಾയിട്ട് ആ വിശ്വാസത്തെ ഇല്ലാണ്ടാക്കോ ಬೇನಾയിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ഞങ്ങളെ റബ്ബുക്ക് മാത്രം ഇബാദത്തിന് സമർപ്പണാക്കുന്നു അള്ളാഹു അല്ലാത്ത ഏതോ ഒരു പടുപ്പുകോ ഖാലിഖായ റബ്ബിനെ വിട്ടിട്ട് ഏതോ ഒരു മഖ്ലൂഖുകോ ഞങ്ങൾ ഇബാദത്തിന് ഞങ്ങൾ സമർപ്പണാക്കോತೀರಾ അങ്ങനെ ആക്കിയിട്ടെങ്കിൽ എന്ത് ഈ ദുനിയാവിൽ കാരുണ്യ പ്രവർത്തനാക്കിയും ലയഹ്ബതന്ന അമലുക ഒരു അമലും അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കില്ല അത് സ്പഷ്ടമായിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമനന്റ് ആയിട്ട് നരകം ഉണ്ട് ചൊന്ന ഒരേ ഒരു ദോഷായിട്ടിക്കറ് ശിർക്ക് ബാക്കി എല്ലാത്തെ അള്ളാഹു ചിലപ്പോ പുറത്തു കൊടുക്കൂ ഇല്ലെങ്കിൽ അതൊരു ശിക്ഷ കഴിഞ്ഞിട്ട് സ്വർഗത്തിയിടൂ എന്നെങ്കിലും ശിർക്കാക്കിട്ട് ഒരാൾ എത്ര നല്ല കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ಅವನಿಗೆ ಹರ್ರಮ್ ಅಲ್ಲಾಹು ಅಲೈಹಿಲ್ ಜನ್ನಾ ಅವನಿಗೆ ಸ್ವರ್ಗ ಹರಾಮ್ ಆಯ್ತಿಕ್ರೆ ಕಾಲ ನರಕത്തിൽ കത്തിയേറുവരു അതുകൊണ്ട് അതൈത്തിക്രെ രണ്ടാമത്തേത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പിർസാക്കണു അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടന്നത് ആ മാർഗ്ഗത്തിലൂടെ ഞങ്ങൾ പോണു അതേപോലെ ഇങ്ങനത്തെ ഹറാമായ ബെടക്കത്തര ഇവിടെ ചുറ്റുപുത്തുള്ള യാറായിട്ടുണ്ടോ ഓരോ നാൾ കഴിയുമ്പോൾ ഓരോ ബെടക്കത്തര കടന്നു വന്നിട്ടുണ്ടോ ಅದಕ್ಕೆ ഞങ്ങൾ കടന്നു പോകുന്നില്ല നാളെ ഞങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾക്ക് നിൽക്കുന്നുണ്ടോ ഈ യൗവനത്തെ വിഷയത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് ചൊല്ലൊരു ബോധത്തോടു കൂടി ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മുന്നോട്ട് പോണു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേരത്തോളം അറിഞ്ഞിട്ടും അറിയാണ്ട് കടന്നു വന്ന് എല്ലാ ചെറിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ കൂടെ പോലെമേ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുകൂ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ അല്ലാഹ് തന്നെ ഈ ജീവനത്തെ അല്ലാഹ് തൃപ്തിപ്പെട്ട നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുകൂ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകൂ അവസാനം മരിച്ചു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുകൂ അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.